ഹലോ ഫ്രണ്ട്സ്, i20 N-ലൈനും വെന്യൂ N-ലൈനും ഇന്ത്യയിൽ 2 വർഷം കൊണ്ട് 22,000 യൂണിറ്റ്സ് വിറ്റിട്ടുണ്ട്. ഇത് ഹ്യുണ്ടായുടെ ടോട്ടൽ ടർബോ പെട്രോൾ സെയിൽസിൻ്റെ 20% വരും. അപ്പോൾ ഒരു സ്പെഷ്യൽ എഡിഷൻ വേരിയൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സെയിൽസ് ഫിഗറാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് i20 N-ലൈൻ സക്സസ് ആയതെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ സ്പെസിഫിക് ആയിട്ട് നോക്കുന്നത്. അതിൻ്റെ ഒന്നാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ, നമ്മുടെ മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഒരേ ഒരു സ്പോർട്ടി ഹാച്ച് ബാക്ക് i20 N-ലൈൻ ആണ്. മുമ്പ് നമ്മുടെ മാർക്കറ്റിൽ പോളോ GT, അബാർത്ത് ബോണ്ടോ, ബലെനോ RS, ഫിഗോ S, ടിയാഗോ JTP അങ്ങനെയുള്ള പല പല സ്പോർട്ടി ഹാച്ച് ബാക്ക്സ് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നൊരു സമയമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഇത് ഈ പറഞ്ഞ കാറുകളിലൊന്നും പോലും സെയിലില്ല. ആകെ ഇപ്പോൾ ഉള്ള സ്പോർട്ടി ഹാച്ച് ബാക്ക് i20 N-ലൈൻ മാത്രമാണ്. സ്പോർട്ടി ഹാച്ച് ബാക്ക് വേണ്ട ഒരു കസ്റ്റമറിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം വേറൊരു ഓപ്ഷൻ ഇല്ല. രണ്ടാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ ലുക്ക് ആൻഡ് ഫീൽ. ഇത് ലുക്കിലും ഫീലിലും ഒരു പ്രീമിയം സ്പോർട്ടി ആയിട്ടുള്ള ഒരു വണ്ടി തന്നെയാണ് i20 N-ലൈൻ. നമ്മൾ അതിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ തന്നെ ഒരു സ്പെഷ്യൽ ഔറയാണ്. അതിൻ്റെ പെയിൻറ്റ് ക്വാളിറ്റിയൊക്കെ ഭയങ്കര നൈസാണ്. അതിൻ്റെ എക്സ്റ്റീരിയറിലും ഇൻറ്റീരിയറിലും കാണുന്ന ആ റെഡ് ആക്സെൻസിനൊക്കെ ഒരു പ്രത്യേക ഭംഗിയാണ്. അതേപോലെ തന്നെ ഡ്യുവൽ എക്സോസ്റ്റ് പൈപ്പ്, N-ലൈൻ ബാഡ്ജ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ നല്ലതാണ് കാണാൻ. അതേപോലെ ഇൻറ്റീരിയറിൻ്റെ കാര്യം പറയുകയാണെങ്കിലും റെഡ് ആക്സെൻസ് എല്ലാം അടിപൊളിയാണ്. പിന്നെ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് അതിൻ്റെ ഗിയർ ലെവർ, സ്റ്റിയറിംഗ് വീല്, പിന്നെ പെഡൽസ്. അതിൻ്റെ ഗിയർ ലെവർ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പോർട്ടി ആയിട്ടുള്ള ഗിയർ ലെവറാണ്. ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സ്റ്റൈലിഷും സ്പോർട്ടി ആയിട്ടുള്ള ഗിയർ ലെവർ i20 N-ലൈൻ്റെ തന്നെയാണ്. പിന്നെ പെഡൽസ് മെറ്റൽ പെഡൽസാണ്. സ്റ്റിയറിങ് N-ലൈനിൽ മാത്രം വരുന്നൊരു സ്പെഷ്യൽ 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ്. മൂന്നാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ ഹാൻഡ്ലിങ്ങും ഡൈനാമിക്സും. i20 N-ലൈനിന് ഹ്യുണ്ടായി കൊടുത്തിരിക്കുന്നത് ജസ്റ്റ് ഒരു കോസ്മെറ്റിക് അപ്ഗ്രേഡ് മാത്രമല്ല, ഇതിൻ്റെ സ്റ്റിയറിങ് റെഗുലർ i20യെക്കാളും കുറച്ചുകൂടി ഹെവിയറാണ്. എന്ന് പറഞ്ഞാൽ സ്പോർട്ടി ആയിട്ടുള്ള ഡ്രൈവിങ്ങിനൊക്കെ സഹായിക്കുന്ന രീതിയിൽ കുറച്ചുകൂടി ഹെവിയർ ആയിട്ടുള്ളൊരു സ്റ്റിയറിംഗ് ആണ്. പിന്നെ 30% സ്റ്റിഫറായിട്ടുള്ള ഡാമ്പേഴ്സാണ് ഇതിൻ്റെ സസ്പെൻഷന് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോർണറിങ്ങിനും ഹൈ സ്പീഡ് സ്റ്റെബിലിറ്റിയും ഒക്കെ വളരെ സഹായകരമായിരിക്കും. പിന്നെ എല്ലാ വീലിലും ഡിസ്ക് ബ്രേക്സാണ്. പവറിൻ്റെ കാര്യത്തിൽ റെഗുലർ i20യും N-ലൈനും തമ്മിൽ സെയിമാണ്. പക്ഷേ ഹാൻഡ്ലിങ് വളരെ അധികം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ഹ്യുണ്ടായി ചെയ്തിട്ടുണ്ട്. നാലാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കാലിറ്റിയാണ്. ലുക്കിലും ഫീലിലും ഡ്രൈവിങ്ങിലും ഒക്കെ വളരെ സ്പോർട്ടി ആയിട്ടുള്ള കാറാണ് N-ലൈൻ എങ്കിലും പ്രാക്ടിക്കാലിറ്റിയുടെ കാര്യത്തിൽ ഇത് ഒരിക്കലും കോംപ്രമൈസ് ചെയ്യുന്നില്ല. നമുക്കൊരു ഫാമിലി കാറായിട്ട് ഇത് സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ റെഗുലർ i20യുടെ അതേ സെയിം ബൂട്ട് സ്പേസും അതേ റിയർ സീറ്റ് സ്പേസും പിന്നെ ഫീച്ചേഴ്സും എല്ലാം i20 N-ലൈനിൽ ലഭിക്കും. പിന്നെ ഇതിൻ്റെ പ്രൈസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 10 ലക്ഷം മുതൽ 12,30,000 രൂപ വരെയാണ് ഇപ്പോൾ പ്രൈസ് വരുന്നത്. ഇപ്പോൾ മാനുവൽ ട്രാൻസ്മിഷനിലും DCTയിലും മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അവസാനത്തെ റീസൺ എന്ന് പറഞ്ഞാൽ ഹ്യുണ്ടായി ബ്രാൻഡിനോട് ആൾക്കാർക്കുള്ള ട്രസ്റ്റാണ്. ഇപ്പോൾ ഒരു സ്പോർട്ടി ആയിട്ടുള്ള കാറൊക്കെ ആണെങ്കിലും ഇപ്പോൾ ഹ്യുണ്ടായി എന്നുള്ള ബ്രാൻഡിൽ നിന്ന് ആണ് കാർ വാങ്ങിക്കുന്നത് എന്ന് ഉള്ളതുകൊണ്ട് ആൾക്കാർക്ക് ആഫ്റ്റർ സെയിൽസിനെ കുറിച്ചും റിലയബിലിറ്റിയെ കുറിച്ചൊന്നും അധികം ബോധേഡാവേണ്ട ആവശ്യമില്ല. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.